ഹായ് ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നത്തെ നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. ഇന്ന് നൂൽപുട്ടും ബീഫ് കറി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പം നൂൽപുട്ടിന് വേണ്ട വെള്ളം ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഈ വെള്ളം തിളക്കുമ്പോഴത്തേന് നമുക്ക് ഫ്രീസറിൽ നിന്ന് ബീഫ് മാറ്റി വെച്ചിരുന്നു. അപ്പോൾ ബീഫൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്ത് കൊടുക്കുമ്പോഴത്തേന് വെള്ളം തിളച്ചോളും. അപ്പോൾ പെട്ടെന്ന് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ബീഫ് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആവശ്യമായിട്ടുള്ള പൊടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ പത്തിരിൻ്റെ പോലെയല്ല ഇത്. വെള്ളം നല്ലോണം തിളച്ചതിന് ശേഷം സ്റ്റൗ ഓഫാക്കിയിട്ട് പൊടി ഇട്ട് കൊടുക്കേണ്ടത്. നല്ല പോലെ മിക്സ് ആക്കിയിട്ട് ഞാൻ കുറച്ച് നേരം ഒന്ന് അവിടെ മാറ്റി വെക്കും. നല്ല ചൂടല്ലേ. പിന്നെ ഞാൻ ബീഫ് കറി വെക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാം റെഡിയാക്കി എടുത്തു. പിന്നെ നമ്മൾ ആദ്യം തന്നെ എല്ലാം ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് കണ്ട് ഉള്ളികളൊക്കെ ചതച്ചിട്ടും അങ്ങനെയൊക്കെ ചെയ്തിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അതെടുത്തിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ നമ്മൾ വേവിക്കാൻ വെച്ച ബീഫിക്ക് കുറച്ച് നല്ല പോലെ വറുത്തരച്ച തേങ്ങ ഇതേപോലെ ആദ്യം തന്നെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് അത് ചെയ്യാൻ വേണ്ടിയിട്ട് സുഖമാണ്. അതുകൊണ്ട് അടുക്കളപ്പണി പെട്ടെന്ന് തന്നെ തീർക്കാനുള്ളൊരു ടിപ്സുകളാണ് അതൊക്കെ കേട്ടോ. പിന്നെ അതൊക്കെയുള്ള ഉള്ളിയൊക്കെ തൂമിച്ചിട്ട് ഞാൻ തൂമിക്കുന്ന സമയത്ത് കുറച്ച് മുളക് പൊടി അതൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നല്ലൊരു കളർ വരും. അപ്പോൾ ഞാനങ്ങനെ മുളക് പൊടിയൊക്കെ എടുത്ത് ഞാനതൊക്കെ തൂമിച്ച് പാർന്നു. പിന്നെ നമ്മൾ അടുത്തതായിട്ട് ജ്യൂസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അതിക്ക് യൂസ് ആക്കിയിട്ടുള്ളത് കുറച്ച് ആപ്പിൾ, അതുപോലെ തന്നെ കാഷ്നട്ട്, ബദാം, കാരക്ക, പൂവമ്പഴം, പാല്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ് കേട്ടോ. അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ഡ്രിങ്കാണ്. പിന്നെ നമ്മൾ സമൂസക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കുകയാണ്. അപ്പം മസാല ഞാൻ ഇതേപോലെ തന്നെ ആദ്യം തന്നെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നു. അതുകൊണ്ട് അതെടുത്തിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പറ്റി. അപ്പോൾ നമ്മൾ ഇത്രയും സാധനങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല തേങ്ങ അരച്ച ബീഫ് കറി, സമൂസ, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്.
അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. എന്തെങ്കിലും ഒരു ഹാർട്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.